രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ പാലം. പഴയ പാമ്പൻ പാലം ഇനി ചരിത്ര സ്മാരകം. കപ്പലുകൾക്ക് കടന്നുപോകാൻ കഴിയും വിധം വെർട്ടിക്കൽ ലിഫ്റ്റിന്റെ രൂപകൽപ്പനയോടുകൂടിയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ പാലമാണിത്. കപ്പലുകൾ വരുമ്പോൾ 72.5 മീറ്റർ നീളമുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് 5 മിനിറ്റ് കൊണ്ട് 17 മീറ്റർ വരെ ഉയർത്താൻ കഴിയും. കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ പാലത്തിന്റെ ഒരു ഭാഗം ലംബമായി ഉയരുന്നതുകൊണ്ടാണ് ഇതിനെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് പറയുന്നത്. 2345 മീറ്റർ നീളം വരുന്ന ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലെ ഒരു അത്യപൂർവ കാഴ്ച തന്നെയാണ്. മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമെന്നും ഇതിനെ അറിയപ്പെടുന്നു. ഏകദേശം 535 കോടി രൂപയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ചെലവായി പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുണ്ട് പുതിയ പാലത്തിന്. പഴയ പാലത്തിലൂടെ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ പോയിരുന്നതെങ്കിൽ പുതിയ പാലത്തിലൂടെ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ സാധിക്കും. പുതിയ പാലം തുറന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ നീട്ടുമെന്ന സവിശേഷതയുമുണ്ട്. കൂടാതെ രാമേശ്വരം തിരുപ്പതി പ്രതിവാര എക്സ്പ്രസും രാമേശ്വരം കന്യാകുമാരി ത്രൈവാര എക്സ്പ്രസും ഓടിത്തുടങ്ങുന്നതും യാത്രക്കാർക്ക് ആശ്വാസമാവും. രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പുതിയ പാലം അനുഗ്രഹമാവും.